മലബാറിലെ ഏറ്റവും വലിയ കണ്ണാശുപത്രി ജനങ്ങൾക്കായി ഇതാ മിഴി തുറക്കുന്നു. അഭയ് ഐ ഹോസ്പിറ്റൽ, ഓപ്പോസിറ്റ് KSRTC ബസ് സ്റ്റാൻഡ്, പെരിന്തൽമണ്ണ. പട്ടാമ്പി പടിഞ്ഞാറേമഠം ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ആറാട്ട് മഹോത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഇതിന്റെ മുന്നോടിയായി ക്ഷേത്രത്തിൽ കലവറ നിറയ്ക്കൽ ആരംഭിച്ചു. ജനുവരി 15 മുതൽ 22 വരെയാണ് പട്ടാമ്പി പടിഞ്ഞാറേമഠം ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ ആറാട്ട് മഹോത്സവം നടത്തുന്നത്. ആറാട്ട് മഹോത്സവത്തിന് തുടക്കം കുറിച്ച ക്ഷേത്രത്തിൽ ഞായറാഴ്ച രാവിലെ കലവറ നിറയ്ക്കൽ ആരംഭിച്ചു. ക്ഷേത്രം മേൽശാന്തി സജീവൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. തിങ്കളാഴ്ച വൈകുന്നേരം 6 മണിക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ഉത്സവാഘോഷങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കും. ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി ഇക്കൊല്ലം മുതൽ ക്ഷേത്രം നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നടക്കുമെന്ന് ചെയർമാൻ വേണുഗോപാലൻ പറഞ്ഞു. പ്രിയമുള്ള ഭക്തജനങ്ങളെ, നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ആറാട്ട് മഹോത്സവം തുടങ്ങുന്നതിന് ആവശ്യമായ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പ്രകാരത്തിലുള്ള ഒരുക്കങ്ങൾ നടന്ന് ഇന്ന് ഉച്ചയോടുകൂടി തന്നെ എല്ലാം കഴിഞ്ഞ് ശുദ്ധി വരുത്തിക്കൊണ്ട് നാളെ കൊടിയേറ്റ ആരംഭം നടക്കും. ക്ഷേത്രോത്സവം ഇപ്രാവശ്യം ഏറ്റവും നല്ല രീതിയിൽ എല്ലാ ജനങ്ങളെയും ആകർഷിക്കുന്ന രീതിയിൽ എത്തിപ്പെടാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നാളെ ആറാട്ട് മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സാംസ്കാരിക സദസ്സ് വൈകിട്ട് 5:30 മണിക്ക് ആരംഭിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് എക്സൈസ് വകുപ്പ് മന്ത്രിയാണ്, ബഹുമാനപ്പെട്ട MP രാജേഷ് അവർകളാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, നമ്മുടെ ബഹുമാനപ്പെട്ട MLA മുഹമ്മദ് മുഹസിൻ, അത് പട്ടാമ്പി നഗരസഭാ അധ്യക്ഷ ലക്ഷ്മിക്കുട്ടി, പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത മണികണ്ഠൻ തുടങ്ങിയവരൊക്കെ തന്നെ ചടങ്ങുകൾ പങ്കെടുക്കുന്നത്. ഒട്ടനവധി പേര് പങ്കെടുക്കുന്നുണ്ട്. ഇപ്രാവശ്യം നമ്മൾ കലവറ നിറക്കൽ ചടങ്ങ് എന്നുള്ള ഇപ്പോൾ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. നാളെ വൈകിട്ട് നടക്കുന്ന ഉദ്ഘാടന സദസ്സിൽ വെച്ച് നമ്മൾ ചാരിറ്റി രംഗത്ത് കൂടി ക്ഷേത്ര കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ള ഒരു നിശ്ചയത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചാരിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ധനസഹായ വിതരണവും നടക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട MLA ആണ് അത് നിർവഹിക്കുന്നത്. എല്ലാ മേഖലകളിലും ക്ഷേത്ര കാര്യങ്ങളോടൊപ്പം തന്നെ സാംസ്കാരിക കാര്യങ്ങളിലും ഒക്കെ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകണമെന്നുള്ള ഒരു ആഗ്രഹം ട്രസ്റ്റി ബോർഡ് എന്നുള്ള നിലക്ക്, ദേവസ്വം എന്നുള്ള നിലക്കൊക്കെ തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. ഒട്ടനവധി പേര് അതിൽ പങ്കെടുക്കുന്നുണ്ട്. സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം ഉത്സവാഘോഷങ്ങളുടെ കൊടിയേറ്റം നടക്കും. വിവിധ ദിവസങ്ങളിലായി വേദിയിൽ കലാപരിപാടികളും അരങ്ങേറും. ഉത്സവ ദിവസങ്ങളിൽ വിപുലമായ പ്രസാദകൂട്ടം ഉണ്ടായിരിക്കും. പ്രതിദിനം 3000-ഓളം ഭക്തരെയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ക്ഷേത്രം മാനേജർ K രാമകൃഷ്ണനും പറഞ്ഞു. ക്ഷേത്രത്തിൻ്റെ ഉത്സവാദി കർമ്മങ്ങളിലും അതുപോലെ തന്നെ ഈ ചാരിറ്റി പ്രവർത്തനങ്ങളിലും തുടർന്ന് നമ്മൾ ആരംഭിക്കാൻ പോകുന്ന ഉത്സവം കഴിഞ്ഞ ഉടനെ ആരംഭിക്കാൻ പോകുന്ന ക്ഷേത്രത്തിൻ്റെ മാസ്റ്റർ പ്ലാൻ ഉൾപ്പെടുത്തിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിലും മുഴുവൻ ഭക്തജനങ്ങളും നാട്ടുകാരും പൂർണ്ണ സഹകരണം ക്ഷേത്രം ട്രസ്റ്റി ബോർഡിനും മാനേജർക്കും അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ എല്ലാ അഭ്യുദയകാംക്ഷികൾക്കും എല്ലാ പ്രവർത്തനങ്ങളും എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു തരണമെന്നാണ് ഈ ഉത്സവ നാളിൽ എല്ലാ ഭക്തജനങ്ങളോടും വളരെ വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കാനുള്ളത്.